ഇപ്പൊ ഈ വീഡിയോ ആളുടെ ഫാമിലി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് ടോട്ടലി ടോർച്ചറിങ് മീ. എൻ്റെ ജീവിതത്തിൽ ഞാൻ താങ്ങാൻ പറ്റുന്നില്ല, ഏറ്റവും കൂടുതൽ താങ്ങിയ സമയം. പിന്നെ കേട്ടന് പൊട്ടിച്ചിട്ട് എൻ്റെ നക്കിലിട്ടിട്ട് മുറിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതിൽ കാണിച്ചതുപോലെ തന്നെ ഒരുപാട് അനുഭവിച്ചൊരു മോളാണ്. അവൾ കാസർഗോഡുകാരിയാണ്, അഫാന എന്നാണ് പേര്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഫാഷൻ ഡിസൈനറാണ്, അതുപോലെ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഇതിലായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അനുഭവിച്ചൊരു കുട്ടി തന്നെയാണ്. 17 വയസ്സിലായിരുന്നു അഫാന ഷമാമിൻ്റെ കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അവൾ ഒരുപാട് ഇത് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം ഇതായി കരകയറി ഇപ്പോൾ ഒരു ഇതിലെത്തിയിട്ടുണ്ട്. അപ്പം ഈ കല്യാണം കഴിഞ്ഞ് ഒരുപാട് ദുരനുഭവം അനുഭവിക്കുന്നവർക്ക് ഒരു നല്ലൊരു ഇത് തന്നെയാണ് അഫാന എന്ന് പറയുന്ന ഒരു ഇത്. അപ്പോൾ അഫാനാൻ്റെ ജീവിത കഥ പറയുകയാണെങ്കിൽ, അഫാന കാസർഗോഡുകാർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടാണ് ജനിച്ചത്. അവിടെ ഉപ്പുപ്പ എല്ലാവരും ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ 16-17 വയസ്സിൽ കല്യാണം കഴിച്ച് മുസ്ലിം കുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. എന്നു ചോദിച്ചപ്പോൾ ഉപ്പുപ്പാക്കോ ഉമ്മുമ്മാക്കോ ഒക്കെ വയ്യാണ്ടായ അവരൊരാഗ്രഹം പറയും, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചുമോളുടെ കല്യാണം കഴിഞ്ഞ് കാണണമെന്ന്. അപ്പോൾ നമ്മൾ അത് മാതാപിതാക്കൾ അത് അംഗീകരിക്കും. ഏതെങ്കിലും ഒരു ചെറുക്കിനെ കണ്ടുപിടിക്കും, അത് കൂടുതലായിട്ടൊന്നും ഇതാവാതെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കും. ഇതും അഫാനാൻ്റെ ഇതും പറയുന്നത് ഡോക്ടറായിരുന്നു. അപ്പോൾ തെറ്റില്ലാത്ത ഫാമിലിയൊക്കെയാണ്. അപ്പോൾ നല്ല ഒരു ഫാമിലിയാണെന്നൊക്കെ തോന്നി അഫാനാനെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അഫാനാനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം കണ്ടുപിടിക്കുക. അതുപോലെ എന്താ പറയുക, ഒരുതരം സംശയരോഗി. ആരുടെ അടുത്തും പുള്ളിക്കാരനേക്കാളും ഭംഗിയുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. അതുപോലെ ആരെങ്കിലും ഇപ്പോൾ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത കുറ്റം, അങ്ങനെയുള്ള പല കുറ്റങ്ങളും കണ്ടെത്തിയിട്ട് നല്ല ശരിക്കും അടിക്കും. ദേഹോപദ്രവവും ശാരീരിക ഉപദ്രവവും എല്ലാം ഉണ്ട് എന്നാണ് പറയണത്. മാനസികമായിട്ടുള്ള ഉപദ്രവവും ശാരീരിക ഉപദ്രവം എല്ലാം ഉണ്ട് എന്നാണ് അഫാന പറയുന്നത്. അപ്പോൾ ഒരുപാട് ദുരനുഭവം അനുഭവിച്ചിട്ട് കടന്നുപോയൊരു പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഉപ്പുപ്പ ഉമ്മാന്റെ ആഗ്രഹത്തിന് ബലിയാടാകപ്പെടുന്നവരാണ് ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒന്നടങ്കം അവരെ കുറ്റം പറയുകയല്ല. എന്താന്ന് ചോദിച്ചാൽ, പെൺകുട്ടികൾ ഇപ്പോൾ ഇനിയൊരു ഇത് വരണം. പെൺകുട്ടികൾ പഠിച്ച് വളർന്നൊരു ഇതിൽ എത്തിയിട്ട് മതി കല്യാണം എന്നുള്ളൊരു ഇതാണ്. എന്താണെങ്കിലും അഫാൻ എന്നെ സമ്മതിച്ചു. ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഇതിലോ ഒന്നും പോവാതെ അഫാന ആ ഒരു എല്ലാ ഉപദ്രവവും കടിച്ചു പിടിച്ച് നിന്നു. അപ്പോൾ ഇത് വീട്ടിൽ പറയുമ്പോൾ കൂടി അവർ എന്താ പറയുന്നത്, അതെല്ലാം സ്വാഭാവികമാണ്, മോള് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ളൊരു ഇതിലാണ് അങ്ങനെ പോയത്. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ അഫാന വീട്ടിലുള്ള സമയത്ത് ഇയാൾ വന്നിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തലനാരി വഴിക്കാണ് രക്ഷപ്പെട്ടത്. ഉപ്പുപ്പാക്ക് വയ്യാതെ കിടക്കണം. ഉപ്പുപ്പ വന്നിട്ട് വന്നത് കൊണ്ട് മാത്രമാണ് അയാൾ പിടിവിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഫാന പറയുന്ന കുറച്ച് ഭാഗങ്ങളോട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഉപ്പപ്പാക്കൊക്കെ പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള ഫസ്റ്റത്തെ പുള്ളിയാണ്, ഡോക്ടറാണ്, ഗ്രാൻഡ് ഡോക്ടറാണ്. അപ്പോൾ ഉപ്പപ്പാന്റെ ആഗ്രഹത്തിൽ ഉപ്പ കുറച്ച് സുഖമില്ലാതായപ്പോൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രപ്പോസലും വന്നു. കാസർഗോഡുകാർക്കുള്ള ഒരു ഇതാണ് പെട്ടെന്ന് ഉപ്പമാരുടെ കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 18 വയസ്സാകുമ്പോൾ വീട്ടിൽ നിന്ന് എന്തായാലും അവര് മരിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് കാണണം എന്നുള്ളത് അവരെ ഭാഗത്ത് നോക്കുമ്പോൾ തെറ്റില്ല. പക്ഷെ അത് കാരണം പല കുട്ടികളുടെയും ലൈഫ് ഒരു ചാനലിലും കൊടുത്ത അഭിമുഖത്തിലാണ് സംസാരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും അഫാന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, അയാളിൽ നിന്നും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അഫാനക്ക് ഒരു ബിഗ് സല്യൂട്ട്. എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നതിന്. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടില് ഇങ്ങനെ അടിയും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് അഫാനന്റെ സഹോദരൻ കയറി വരുന്നത്. അപ്പോൾ അഫാനന്റെ സഹോദരൻ ഇതെല്ലാം കാണാനിടയാവുന്നു. അഫാനന്റെ സഹോദരൻ ശരിക്കും അയാളെ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് അഫാനാക്ക് എന്താ പറയാ, അവൾക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ സഹോദരൻ ചെയ്തല്ലോ എന്നുള്ളൊരു ഇത് വന്നത്. അന്ന് തൊട്ട് അപ്പം തന്നെ സഹോദരൻ പറഞ്ഞത്ര ഡിവോഴ്സ്, ഇനി ഒരു ഇതുമില്ല, നീ ഇനി മേലാൽ ഇവിടെ കയറി പോയത് ഇവിടെ ജീവിതത്തിൽ വന്നേക്കരുതെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അഫാനന്റെ സഹോദരന് ഒരു ബിഗ് സല്യൂട്ട്. എന്താണെന്ന് വെച്ചാൽ പെങ്ങളുടെ അത് അറിഞ്ഞ് കൂടെ നിന്ന് അഫാനാക്ക് വേണ്ടി ചെയ്തതിന് ഒരുപാട് ഇതുണ്ട്. എന്തായാലും അഫാന എന്ത് തന്നെയാണെങ്കിലും വേറെ ഒരാൾ വിവാഹം കഴിച്ചു. നല്ല 2 മക്കളായിപ്പോൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്നു.
അപ്പം എന്തായാലും അഫാന അനുഭവിച്ചതെന്ന് ഇപ്പോൾ എന്തായാലും നല്ലൊരു ജീവിതം തന്നെ അഫാനക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു അഫാനൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു പഠിച്ച പാഠം എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ആത്മഹത്യ ചെയ്ത് നമ്മുടെ ജീവിതം ഇതാക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആത്മഹത്യ ചെയ്തു, അവർക്ക് വേറെ പെണ്ണ് കിട്ടും, അവർ സുഖിച്ച് ജീവിക്കും. നമ്മൾ എന്തിനാ അവർക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യേണ്ടത്? നമ്മൾ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. എന്തായാലും അഫാന ഇത് ചെയ്തത് ഏറ്റവും നല്ലൊരു ഇത് തന്നെയാണ്. നല്ലൊരു ഇതിലെത്തി, സഹോദരൻ വന്ന് രക്ഷിച്ചു, എന്തായാലും നല്ലൊരു ജീവിതം കിട്ടി. അഫാനക്കിന്റെ ഇനിയും അഫാനയുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ. അപ്പൊ അഫാന പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ കേട്ട് നോക്കും. ഫോൺ എന്റെ കയ്യിൽ തന്നു. അപ്പൊ ആൾ എന്റെ ഫ്രണ്ട്, എന്റെ ബ്രദർ എത്തിയത് എന്റെ എക്സ് ഹസ്ബൻഡിനെ അറിയില്ല. വന്നു തല്ലാൻ വേണ്ടി എല്ലാം ഭയങ്കര കോളിംഗ് ബെല്ല് അടിച്ച് ബ്രദർ പറഞ്ഞു ആരും മിണ്ടാണ്ട് ഞാൻ സൈഡിൽ നീ പോയി ഡോർ തുറക്കും. ഞാൻ ഡോറ് തുറക്കണമെങ്കിൽ അവർ വന്ന് എന്നെ രക്ക പിടിച്ചു. പിന്നെ ബ്രദർ മാഷാ അള്ളാ, എന്റെ ജീവിതത്തിൽ ഒരു ആണുങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമാണ്. എന്റെ ബ്രദർ നന്നായിട്ട് കൊടുത്തു. അതുവരെ എനിക്ക് കിട്ടിയ പലിശ സൈഡ് അന്ന് അവന് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ അല്ലാന്നില്ല, ഇത് നോക്കി കിട്ടണ്ടായിരുന്നില്ല ഒരു ഇതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രദർ എന്റെ ഫോണും സിം കാർഡ് എല്ലാം ബ്രദർ പറഞ്ഞു, ഇനി നീ എന്റെ സിസ്റ്ററിന്റെ അടുത്ത് വന്നെങ്കിൽ നിന്റെ ജീവിതം പോലും നിനക്ക് ഉണ്ടാവില്ല പറഞ്ഞു. പിന്നെ ഡിവോഴ്സ്, ഇനി അതിന് കൂടുതലൊന്നും പോയി. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ചില്ല. അതുപോലെ എന്റെ ബ്രദർ തല്ലുകൊള്ളാനുള്ള അത്ര ഒന്നും താക്കത്തില്ല. നല്ല സമാധാനത്തിന്റെ ലൈഫായിരുന്നു. അന്ന് തൊട്ടിട്ട് ഞാൻ വീണ്ടും അഫാനെ. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിലൊക്കെ നായകൻ വില്ലന്മാരെ അടിച്ച് പദം അപ്പൊ അഫാന പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അഫാന പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടും ജീവിതം ഹോമിക്കാനുള്ളതല്ല. അപ്പോൾ അഫാനയെ പോലെ എല്ലാവരും ആവുക, അഫാനെ പോലെ ധൈര്യമുള്ളൊരു ഇതായിട്ട് മാറുക. എന്താ പറയുക, അവർ വിവാഹം കഴിക്കാൻ പറഞ്ഞു, ഇവർ വിവാഹം കഴിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു ചാടി ഒന്നിലും ഇതാവാതിരിക്കുക. നല്ലൊരു ഇത് കിട്ടുക. എന്തായാലും എടുത്തു ചാടി നമ്മൾ ആത്മഹത്യ ചെയ്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും പോയി, അല്ലാതെ ആർക്കും പോവാനില്ല. അപ്പോൾ അതുകൊണ്ട് അഫാനെ പോലെ ആവുക. അഫാന എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവളിപ്പോൾ നല്ലൊരു ഇതിലെത്തി, നല്ലൊരു നമ്മൾ ഒരു ജീവിതം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ ഹോമിച്ച് ജീവിതം തള്ളി നീക്കാതെ നമ്മൾ അത് നമുക്ക് ശരിയല്ലാന്ന് തോന്നുന്നു ഡിവോഴ്സ് ചെയ്ത് വേറൊരു വിവാഹം നമുക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. അല്ലാതെ അത് ഓർത്തിട്ട് നമ്മൾ വെറുതെ നമ്മുടെ ജീവിതം ഹോമിച്ചിട്ട് അവിടെ നിന്ന് നരകയാതന അനുഭവിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഈ അഫാനെ പോലെ തന്നെ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അവർക്കൊക്കെ ഒരു ഇതായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു പോകും. അപ്പോൾ ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാണ്. എന്താ വെച്ചാൽ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്നത് യാതൊരു ഇതുമില്ല, യാതൊരു പ്രസക്തിയില്ല. നമ്മൾ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നമുക്ക് മുന്നോട്ട് വേറൊരു ജീവിതം ഉണ്ടെന്ന് ചിന്തിച്ച് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്ന് എന്തായാലും ഇതായി പോവില്ല. നമുക്ക് എന്തായാലും നല്ലൊരു ജീവിതം കിട്ടും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ഒരു ജീവിതം മാത്രമല്ല, നമ്മുടെ മുന്നിൽ വേറെ ഒരു ജീവിതം ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നി ആ കുടുംബത്തിൽ നിന്നും ഇറങ്ങുക, ഡിവോഴ്സ് ചെയ്യാം. അത് മാത്രമേ ഇതിനുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ വീട്ടുകാരും കൂടി ഇതിന് പെൺകുട്ടികളുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരുപാട് സഹായമായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ വീട്ടുകാർ അത് സഹിക്കണം, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരും തള്ളിക്കളയുമ്പോഴാണ് ആത്മഹത്യയുടെ വക്കിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരാളുടെ കൂടെ ഉള്ള ഒരു ജീവിതം മാത്രമല്ല നമ്മുടെ മുന്നിലുള്ളത്. ഇനിയും നമുക്ക് ജീവിതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല, ജീവിതം പിന്നെയും നമുക്കുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അഫാനക്ക് എന്തായാലും ഒരുപാട് അഫാന ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് വന്ന് അതിന് അഭിമുഖം കൊടുത്തു. ഞാൻ കാണാനിടയായി. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അഫാനയുടെ ആ ഒരു ഇന്റർവ്യൂ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.